വഖഫിന് പിന്നാലെ ബിജെപിയുടെ അടുത്ത ലക്ഷ്യം ക്രിസ്ത്യാനികളും ജൈനരും ബുദ്ധമതക്കാരും എന്ന ഉദ്ധവ് താക്കറെ കേരളത്തിലെ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ നിധിശേഖരത്തിലും ബിജെപിക്ക് കണ്ണുണ്ടായിരുന്നുവെന്നും ഉദ്ധവ് ചൂണ്ടിക്കാട്ടി. രാജ്യത്തെ ഏറ്റവും വലിയ സർക്കാരിതര ഭൂവുടമ കത്തോലിക്ക സഭയാണെന്ന RSS ലേഖനത്തിന് പിന്നാലെയാണ് താക്കറെയുടെ പ്രതികരണം. വഖഫിന് പിന്നാലെ ക്രിസ്ത്യാനികളുടെയും ജൈനരുടെയും ബുദ്ധമതക്കാരുടെയും ഭൂമികളിലാണ് ബിജെപി കണ്ണുവയ്ക്കുന്നതെന്ന് ഉദ്ധവ് താക്കറെ പറഞ്ഞു. वक्फ बोर्ड की जमीन पर आपकी आंख है। हमारे जो मंदिर का ट्रस्ट है उनके पास भी काफी सारी जमीन है। क्रिश्चियन लोगों के पास जमीन है, गुरुद्वारा के पास होगी, बौद्ध विहार के पास होगी। अगर आप मुसलमानों की बात आज कर रहे हैं, कल हमारे ऊपर भी आपकी नजर आएगी. പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ നിധിശേഖരത്തിലും ബിജെപിക്ക് കണ്ണുണ്ടായിരുന്നുവെന്നും ഉദ്ധവ് ചൂണ്ടിക്കാട്ടി. उल्टा डर ये है जो बात हमने कही कि हमारे शंकराचार्य जी है जिन्होंने कहा आरोप लगाया कि केदारनाथ मंदिर से 300 किलो या कुछ ज्यादा ही सोना गायब हो गया. हाँ, फिर हमारे पद्मनाभ स्वामी मंदिर का उन्होंने खजाना खोला, विरोध किया, फिर रुक गए. രാജ്യത്തെ ഏറ്റവും വലിയ സർക്കാരിതര ഭൂവുടമ കാത്തോലിക്ക സഭയാണെന്ന് അവകാശപ്പെടുന്ന ലേഖനം RSS മുഖപത്രത്തിൽ പ്രസിദ്ധീകരിച്ചതിന് പിന്നാലെയാണ് താക്കറെയുടെ പ്രതികരണം. വഖഫ് ഭേദഗതി ബില്ലിൽ ബിജെപി കാണിച്ച ആശങ്ക മുഹമ്മദ് അലി ജിന്നയെ പോലും നാണിപ്പിക്കുന്നതാണെന്നും ശിവസേന UBT നേതാവ് പരിഹസിച്ചു. पहले फडणवीस को मैं पूछना चाहता हूँ कि आप अटल जी के विचारों पर चलेंगे या नवाज शरीफ के विचारों पर या जिना के विचारों पर चलेंगे, क्योंकि कल जितनी सारी बात हुई है वो जिना से भी बढ़कर हुई है. കരിതര ഭൂവുടമ കാത്തോലിക്ക സഭയാണെന്ന് അവകാശപ്പെടുന്ന ലേഖനം വിവാദമായതിനു പിന്നാലെ RSS മുഖപത്രമായ ഓർഗനൈസർ പോർട്ടലിൽ നിന്നും നീക്കം ചെയ്തിരുന്നു. പ്രേംലാൽ, കൈലി ന്യൂസ്, മുംബൈ.